JCI ഇന്ത്യക്ക് കീഴിൽ പുതിയ സോൺ പിറവിയെടുത്തു. JCI സോൺ 21 വിഭജിച്ച് JCI സോൺ 28 എന്ന ആദ്യ പ്രസിഡന്റായി കെ. ചിത്ര സ്ഥാനമേറ്റെടുക്കുന്ന ചടങ്ങ് കോട്ടക്കൽ കോഴിച്ചിനയിൽ ലൈവ് കൺവെൻഷൻ സെന്ററിൽ വെച്ച് നടന്നു. JCI കോട്ടക്കലിന്റെ കീഴിലായിരുന്നു പരിപാടികൾ സംഘടിപ്പിച്ചത്. കോഴിക്കോട്, മലപ്പുറം, പാലക്കാട് ജില്ലകളിൽ ഉൾപ്പെട്ട സോൺ 21ന്റെ അംഗസംഖ്യ 4000-ൽ കവിയുകയും ശാഖയുടെ എണ്ണം 150ഓളം ആകുകയും ചെയ്തപ്പോൾ ഭരണ സൗകര്യത്തിനു വേണ്ടി ഈ സോണിനെ രണ്ടാക്കി വിഭജിച്ചതിന്റെ ഭാഗമായി കോഴിക്കോട് ജില്ലയും അതോട് ചേർന്ന് കിടക്കുന്ന മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടി, ഏറനാട്, തിരൂരങ്ങാടി താലൂക്കുകളും ചേർന്ന് സോൺ 21ആയി നിലനിർത്തുകയും പാലക്കാട് ജില്ലയും മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണ, നിലമ്പൂർ, തിരൂർ, പൊന്നാനി താലൂക്കുകൾ ചേർത്തുകൊണ്ട് പുതിയ സോണായി സോൺ 28ന് രൂപം കൊടുക്കുകയുമായിരുന്നു. And I took all of them to a hill station nearby. I made all the arrangements. And on the morning of the program, my president comes to the meeting and I told him very confidently saying that, Mr. President, don't worry, I have taken care of everything. Now you can go back to the room and take rest. I will take care of the EPS. And he was so clever. He told me, telling now that everything is arranged, you go and sit as a participant. I will take care from here. So that is how I ended up being a participant in EPS. And at the end of the program, I finished as an outstanding participant. That was my turning point. ഉദ്ഘാടന ചടങ്ങിൽ JCI ഇന്ത്യയിലെയും JCI അന്താരാഷ്ട്ര മേഖലയിലെയും നിരവധി നേതാക്കൾ പങ്കെടുത്തു. പുതിയ സോണിന്റെ ഉദ്ഘാടനം അന്താരാഷ്ട്ര പ്രസിഡന്റ് കെവിൻ കുമാർ കുമരവേൽ നിർവഹിച്ചു. ജൂനിയർ ചേംബർ ഇന്റർനാഷണൽ ഇന്ത്യയുടെ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി ചെയർമാനും സുപ്രീം കോടതി അഭിഭാഷകനുമായ രവിശങ്കർ സത്യമൂർത്തി, മുൻ ദേശീയ പ്രസിഡന്റുമാരായ അഡ്വക്കേറ്റ് AV വാമനകുമാർ, P. സന്തോഷ് കുമാർ, രാംകുമാർ മേനോൻ, അനീഷ് C. മാത്യു തുടങ്ങി നിരവധി നേതാക്കൾ പങ്കെടുത്തു. JCI കോട്ടക്കൽ സോൺ പ്രസിഡന്റ് ഷാദുലി, കോൺഫറൻസ് ചെയർമാൻ MD രഘുരാജ്, പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ ധനജ്, പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ റഷീദ്, സോൺ സെക്രട്ടറി ഷെഫീഖ് വടക്കൻ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. പരിപാടിയോടനുബന്ധിച്ച് കോൽക്കളിയും വിവിധയിനം കലാപരിപാടികളും അരങ്ങേറി. ന്യൂസ് ബ്യൂറോ, കോട്ടക്കൽ.